ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇതിനു മുമ്പുള്ള ഒരു വചനപുലരിയിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള 3 വഴികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിലൊരു വഴിയെക്കുറിച്ച് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വം മൂലം നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് രണ്ടാമത്തെ ഒരു മാർഗമെന്ന് പറയുന്നത്, 3 വഴികളിൽ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. സങ്കീർത്തനം 119 അധ്യായത്തിൻ്റെ 11 തിരുവചനം പറയുകയാണ്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവന് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ വീട് ചെറുതാണ്, എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുടെ വീട് വലിയ വീടാണ്, എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു, എനിക്കതുപോലെ വീട് വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം എൻ്റെ ഉള്ളിൽ വല്ലാണ്ട് വരുമ്പോൾ ഞാൻ നിരാശയിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ഒരു വചനം കൊടുത്തു. നിങ്ങൾ ഈ വചനം ഇങ്ങനെ ചിന്ത വരുമ്പോൾ അത് മനസ്സിൽ പറയണം. ഞാൻ അവർക്ക് കൊടുത്ത വചനമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിന് 34-36 വരെ വചനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് അവരെ കാണാനിടയപ്പോൾ അവർ പറയുകയാണ്, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ഈ വചനം ഞാൻ എൻ്റെ മനസ്സിൽ വായിക്കുമ്പോൾ ആ ചിന്ത എന്നിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിടുന്ന പ്രലോഭനം ഏതാണെന്ന് ഓരോരുത്തർക്കും അറിയാം. ചിലർക്ക് മദ്യപാനം ഒരു പ്രലോഭനമാകാം, ചിലർക്ക് ലൈംഗിക ആസക്തി ഒരു പ്രലോഭനമാകാം, കള്ളം പറയുന്നത് ഒരു പ്രലോഭനമാണ്, ഭക്ഷണത്തോടുള്ള അമിത ആസക്തി അതൊരു പ്രലോഭനമാണ്. അപ്പോൾ ഇതിന് പറ്റുന്നതായ വചനം ബൈബിളിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. ആ വചനം കാണാതെ പഠിക്കുക, ചിന്തകൾ വരുമ്പോൾ ആ വചനം മനസ്സിൽ പറഞ്ഞ് ഈ ചിന്തകളെ ആട്ടിപ്പായിക്കുക. അപ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ദൈവവചനം ഹൃദ്യസ്ഥമായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ റീൽസ് കണ്ടും ഫേസ്ബുക്കിൽ സമയം കളയാതെ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ച് ഒരു നവജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.